കേരളത്തിലെ ഒരേ ഒരു കാട്ടുതീ, ദ വൈൽഡ് ഫയർ സിജോ ആൻഡ് കേരളത്തിലെ ഒരേ ഒരു സീക്രട്ട് ഏജന്റ്. രണ്ടുപേരും 2 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിന്റെ രാജകുമാരിയുമായി നടന്നു വരുന്ന യുദ്ധം, സോഷ്യൽ മീഡിയ യുദ്ധം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോ ഈ ഒരു യുദ്ധം ഉണ്ടാവാൻ കാരണം സിജോയുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ പരിപാടിയിൽ എന്തോ നമ്മുടെ നോറ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് സിജോയുടെ മോന്തയ്ക്ക് അങ്ങോട്ട് കേക്ക് വാരി പൊത്തിയതിനെ ചൊല്ലിയിട്ടാണ്. അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദിയ കൃഷ്ണ അവളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ എഴുതിയിട്ടു. അതിനുശേഷം ഇന്നലെ നമ്മുടെ സീക്രട്ട് ഏജന്റും സിജോ കുട്ടനും ഒക്കെ വന്ന് അവരുടെ ഭാഗം പറയുന്നത് കേട്ടു. എന്നാൽ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഈ കേക്ക് തേച്ച സമയത്ത് അവർക്കുണ്ടായ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവരുടെ ആ റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ നമ്മുടെ ഈ സീക്രട്ട് ഏജന്റും സിജോ കുട്ടനും ഒക്കെ വന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ രായകുമാരിയുടെ പേര് പറയാത്തോണ്ട് ആർക്കും ഒന്നും തോന്നണ്ട. രായകുമാരി ചിലപ്പോ എന്നെ പിടിച്ച് വിഴുകിക്കളയും, പേടിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഈ രായകുമാരി ഇന്നലെ ഇവരുടെ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം രായകുമാരിക്ക് അങ്ങ് അങ്ങോട്ട് സെന്റിയൊക്കെ അടിച്ചിട്ട് രായകുമാരി, പാവൻ രായകുമാരി ഇന്നലെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ആദ്യമേ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് ആ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇന്നലെ ഞാൻ ശ്രദ്ധിച്ച ആദ്യത്തെ ഒരു പോസ്റ്റ് ഇതായിരുന്നു, അല്ല ഒരു സ്റ്റോറി ഇതായിരുന്നു. കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. നല്ല കാര്യം. We all are being judged by someone who isn't even close to having their shit together. എന്നീ കുട്ടി എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. എഴുതി വെച്ചിരിക്കുകയല്ല, എവിടെ കണ്ടൊരു സ്റ്റോറി, ഒരു പോസ്റ്റർ എടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് മനസ്സിൽ തട്ടിയിട്ടതായിരിക്കും. അതുകൊണ്ട് മനസ്സിൽ തട്ടി തന്നെ ഞാൻ ഈ കുട്ടിയോട് ഒരു കാര്യം പറയാം. മോളെ, നീ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. അതായത് നമ്മൾ ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അത് അങ്ങനെയാണ് ഈ നാട്ടില്. പിന്നെ നീയും അത് ചെയ്യാത്ത കാര്യമൊന്നുമല്ല. നിന്റെ ഈ സ്റ്റോറികളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും കൂടെ വേറെന്തോ ചെയ്യുന്നു, നീ മറ്റേ ശോമള കുമ്പളി സിംഗിളി ആയിട്ടിരിക്കുകയാണെന്നുള്ള മോഡാണ് നീ പറഞ്ഞു വരുന്നത്. പക്ഷെ അങ്ങനെയല്ല. നീ വല്ലോന്റെ കല്യാണത്തിന് ഏതോ ഒരുത്തി മോന്തയ്ക്ക് മറ്റേ കേക്ക് തേച്ചതിനെ പറ്റി പൊക്കിയെടുത്ത് നീ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. അതപ്പോ നീ അവരെ ജഡ്ജ് ചെയ്യുക തന്നെയാണ്. നിനക്ക് അവരുടെ ഉദ്ദേശം ഒന്നും അറിയത്തില്ല. അവരത്ര ഫ്രണ്ട്ലി ആയിട്ടാണോ, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ചിലപ്പോൾ ചെയ്തതായിരിക്കാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും അത് സപ്പോർട്ട് ചെയ്യത്തില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അവരത് ചെയ്തു. അത് നിനക്ക് അവരെ അറിയത്ത് പോലും ഇല്ല. നീ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ നിനക്ക് അറിയത്തേ ഇല്ല എന്ന് നീ തന്നെ നിന്റെ മറ്റേ സ്റ്റോറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരെ അറിയില്ല, ഞാൻ ബിഗ് ബോസ് കാണാറില്ല. ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പറ്റി അത് കണ്ടതിന്റെ പുറത്ത് നീ എന്റെ മാനെ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എന്റെ മാന്റെ ദേഹത്തായിരുന്നു ഇങ്ങനെയെങ്കിൽ ഞാൻ അടുത്ത ദിവസം കൊന്നുകളഞ്ഞേനെ, കേക്ക് തിന്നാൻ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട മോളാണ് നീ. സോ യു ആർ ഓൾസോ ജഡ്ജിങ് സമ്മൺ. ഒരു രീതിയിൽ വേറൊരു പാറ്റേണിൽ നീയും ജഡ്ജ് ചെയ്യാണ്. ഒരു അതോ കൈൻഡാണത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എഴുതിയിടുമ്പം ഇച്ചിരി നിന്റെ സൈഡിൽ ശരിയുള്ള എന്നാൽ നീ മറ്റുള്ളവരിൽ കാണുന്ന കുറ്റം അങ്ങനെ എഴുതിയിടും മോളെ. കേട്ടില്ലേ? നീയും നമ്മളും ഒക്കെ ഒരേപോലെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ല. അത് നിന്റെ കറക്റ്റ് കുറച്ച് കഴിയുമ്പോൾ നിന്നെ ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഈ കാണിക്കുന്നൊന്നും ഇല്ല, അകത്ത് മറ്റേ വെറും തുചിച്ചതാണെന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കുട്ടിയിട്ട ആദ്യത്തെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം ഈ കുട്ടി ഒരു സാധനം ഇട്ടു. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം. ഒരു പോസ്റ്റർ ഷെയർ ഒരു പോസ്റ്റർ എടുത്ത് സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. ലൈഫ് ലെസൺ, സേ സോറി ഇഫ് യു ആർ മേഡ് എ മിസ്റ്റേക്ക്, ഹേർട്ട് സമ്മൺസ് ഫീലിംഗ്, ബ്രോക്കൺ സംതിങ്, ലെറ്റ് സമ്മൺ ഡൗൺ, ഡൺ സംതിങ് റോങ്, അപ്പ് ആൻഡ് സേ സോറി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ. ആ പോസ്റ്ററിലല്ല ഞാൻ എന്റെ നോട്ടം പോയത്. ആ പോസ്റ്ററിന്റെ താഴെ വളരെ കുഞ്ഞതായിട്ട് ഈ കൂട്ടുകാരി ഒരു സാധനം എഴുതിയിട്ടുണ്ട്. അത് വലുതായിട്ട് എഴുതിയിട്ടാൽ മതിയായിരുന്നു, പക്ഷെ അത് പറ്റത്തില്ല. എല്ലാവരും ഇത് കാണുക, എന്നിട്ട് അത് നോക്കിയാൽ മതി, അതിനകത്ത് വലിയ കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഈ കൊച്ച് ചെറുതായിട്ട് എഴുതിയിട്ട കാര്യം ഞാനൊന്ന് വലുതാക്കി എടുത്തു. എന്നിട്ട് അതൊന്ന് വായിച്ച് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത്. I have personally done my part to the concerned person via GM and I am guessing I have sorted out everything with him. Thanks to so many for supporting me. But I kept thinking what I did wrong and figured out what I did under a comment section which I completely forget about and I have taken that down immediately after I have got to know my mistake. So mistake കുട്ടിയുടെ ഭാഗത്താണെന്ന് കുട്ടിക്ക് മനസ്സിലായി എന്നാണ് കുട്ടി ആദ്യമേ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സിജോയ്ക്കാൻ തോന്നുന്നു എന്തോ DM മെസ്സേജ് ഒക്കെ ഇട്ടു.
എന്നിട്ട് അത് എന്താ സോർട്ട് ചെയ്തു ആ പ്രശ്നം എന്നാണ് കുട്ടി പറയുന്നത്. കുട്ടി ആയതുകൊണ്ട് കുട്ടിക്ക് സോർട്ട് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നാട്ടുകാരെടുത്ത് വീണ്ടും വീണ്ടും ഊക്കും. അപ്പൊ എന്തായാലും അത്ര എഴുതി വെച്ചേക്കുന്നതിനകത്ത് കുട്ടിക്ക് മിസ്റ്റേക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് അബൌട്ട് ആൻഡ് ഐ ഹാവ് ടേക്കൺ ഡൗൺ ഇമ്മീഡിയറ്റ്ലി, ആ സാധനം എടുത്ത് മാറ്റി എന്ന് പറയുന്നുണ്ട്. ഏതാണ് മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു സ്റ്റോറി എഴുതിയിട്ടതായിരിക്കും മാറ്റിയത്. പക്ഷേ ഈ സ്റ്റോറിയുടെ കേസ് മാത്രമല്ല, നമ്മുടെ സായണ്ണന്റെ ഒരു വീഡിയോയ്ക്കകത്ത് മറ്റേ സായിയും ഭാര്യയും കൂടെ ഉമ്മ വെക്കുന്ന വീഡിയോയിൽ ഒരു കൊണ മെസ്സേജ് കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ പോയി ചിരിച്ച് കൈകൊട്ടിയ കൂട്ടുകാരിയാണിത്. അത് കളഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും ഇവിടെ നന്മ പറഞ്ഞിട്ട് അവിടെ പോയി മറ്റേ ചിരിക്കുന്ന ഒരു പെങ്കൊച്ച് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നാട്ടുകാർ അത് പറഞ്ഞപ്പോഴത്തേക്ക് എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പണി കിട്ടും. അത് വേറെ കാര്യം പോട്ടെ. ദാറ്റ്സ് ജസ്റ്റ് നോട്ട് മൈ ദാറ്റ്സ് നോട്ട് ടു നോ മൈ മിസ്റ്റേക്ക്. That's just not my way of living. So I have done my part because that's how I was brought up. If anyone else felt bad with my comment, I am sorry to you guys. സോറിയും ചോദിച്ചിട്ടുണ്ട് കുട്ടി. പക്ഷെ അപ്പോഴും വേറൊരു കാര്യം മേളി പറയുന്നുണ്ടായിരുന്നു, ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതായത് കുട്ടി പറയുന്നുണ്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അതുപോലെ തന്നെ അവള് പറയുന്നുണ്ട് എനിക്ക് അത്ര ഉറപ്പില്ല. അവള് ബട്ട് ഐ കെപ്റ്റ് തിങ്കിങ് വാട്ട് ഐ ഡിഡ് റോങ്. അവൾക്ക് അപ്പോഴും സംശയമാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്. എന്നിട്ട് അവള് തന്നെ പറയുന്നു ഞാൻ മിസ്റ്റേക്ക് ചെയ്തു എന്ന്. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ചിലപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാത്തോണ്ടായിരിക്കാം. എന്താണെങ്കിലും റോങ് എന്ന് പറഞ്ഞാൽ തെറ്റെന്നല്ലേ. അപ്പൊ ബട്ട് ഐ കെപ്റ്റ് തിങ്കിങ് വാട്ട് ഐ ഡിഡ് റോങ്. ഞാൻ എന്താണ്, എനിക്കതാണ് മനസ്സിലായത്, എന്താണ് ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും ഞാൻ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ടേക്കിംഗ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടേക്കുന്നത്. ഈ കുഞ്ഞിന് എന്താ പറ്റിയിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കൂടെയുള്ള എന്റെ കൂട്ടുകാരാ, മോനെ നീ പറഞ്ഞ് മനസ്സിലാക്ക്, എന്തോ പറ്റിയിട്ടുണ്ട് കൂട്ടുകാരിക്ക് എന്താണെങ്കിലും. എന്തായാലും എനിക്ക് ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ഈ കുട്ടി നമ്മൾ വേറെ ആരുടെങ്കിലും ഒക്കെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നതിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ മറ്റേ പണിയില്ലാത്തവന്മാര് ഇവന്മാരെന്നൊക്കെ പറഞ്ഞ് കുത്തുന്നതാണ്. ഈ കുട്ടിയും ഏതാണ്ടൊക്കെ അതിന്റെ ഒരു പോർഷൻ അല്ലേ ചെയ്തിരിക്കുന്നത്. അവള് വേറെ ആരുടെയോ കാര്യം എടുത്ത് അവളുടെ സ്റ്റോറിയിൽ ഇട്ട് അവളുടെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞിരിക്കുന്നു. ഇതാ കുട്ടിക്ക് ആർക്കെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ വളരെ വലിയൊരു കാര്യമായിരിക്കും. ഞങ്ങളും അവളും എല്ലാം ഒരേ പരിപാടിയാണ് ചെയ്യുന്നത്. വേറൊരാളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു സാധനം നമുക്കൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യം കാണുകയാണെങ്കിൽ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയും. അത് ഇത്ര വലിയ കുറ്റമാക്കി ആരെയും ജീവിതവും നമ്മൾ ഇല്ലാതാക്കുന്നില്ല. മനസ്സിലായില്ലേ? അതെല്ലാരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സോഷ്യലി ലൈക്ക് പൊളിറ്റിക്കൽ സീൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ പറയുന്നത് അത് നമ്മുടെ നാടിനും കൂടെ ഗുണമാവും. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും, അല്ലാതെ മറ്റേ തെറി മാത്രം പറയാനിരിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ല. അത് വേറെ കാര്യം. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞതാണ്. പക്ഷെ ഇന്നലെ സിജോ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ ഫംഗ്ഷൻ തീരാറായപ്പോഴാണ് കേക്ക് എന്തോ മുഖത്ത് തേച്ചെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വലിയ തെറ്റ് നമുക്ക് പറയാനില്ല, പരിപാടിയെല്ലാം കഴിയാൻ പോയ ഒരു സമയത്ത്. പക്ഷെ ഞാൻ ഇന്നലെ കേക്ക് മറ്റേ തേക്കുന്ന ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആ സമയത്ത് സിജോയുടെ വേറെയും ഫ്രണ്ട്സ്, ബിഗ് ബോസ് ആളുകൾ മാത്രമല്ല വേറെ ആളുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ വീണ്ടും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഈ പെണ്ണ് പോയി ചെയ്തത് ഒരു കാരണവശാലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പൊ അവര് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും, കാരണം അവിടെ വേറെ ആളുകളുണ്ട്, അവർ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് തേച്ചത്, പിന്നെ ആ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു കേസിൽ ഞാൻ ഒരിക്കലും നോറ ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാൻ പോവില്ല. ഞാൻ ആ ഒരു കേസിൽ നമ്മുടെ ദിയ എഴുതിയിട്ടതുപോലെ തന്നെ ദിയ ലൈക്ക് കുട്ടിയുടെ മാന്റെ മോന്തൊക്കെ ആയിരുന്നെങ്കിൽ കുട്ടി, പക്ഷെ അടുത്ത ദിവസം മറ്റേ കേക്ക് തിന്നാൻ ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ കേക്ക് തേച്ചു എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനോട് അത് ലൈക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിലും ഓക്കെ, പക്ഷെ ഒരു കല്യാണ പാർട്ടിക്കാണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും ഓക്കെ ആണ്. എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി ഒരു വളരെ ക്ലോസ് സർക്കിൾ നിൽക്കുമ്പോൾ മാത്രം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ കണ്ടത് വീഡിയോകളിലൊക്കെ വേറെ ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ യോജിക്കാൻ പറ്റില്ല. രണ്ട് പെർസ്പെക്റ്റീവും പറയണമല്ലോ, അതാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഒരു ആളുടെ സൈഡ് മാത്രം നിന്ന് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റില്ല. പിന്നെ ദിയക്കുട്ടിയുടെ കേസിൽ നമ്മളെ എല്ലാവരെയും മറ്റേ വെറും ഈശപൂശ ആ ഒരു സാധനം ഉണ്ട്. ചാനൽ പൂട്ടിക്കുക അല്ലെങ്കിൽ വീഡിയോ കളയിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ മോശം പരിപാടിയാണ്, നമ്മൾ കണ്ടിട്ടുണ്ട്. ചാനൽ പൂട്ടിക്കുകയല്ല, മറ്റേ വീഡിയോ കളയിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളൊരു ഞാനാണ്, മനസ്സിലായില്ലേ? അറ്റ് ലാസ്റ്റ് അതാണ്, ഞാനാണ് ഇവിടുത്തെ വൻമരം, എന്റെ അടിയിലാണ് നീയൊക്കെ. ഈ ഒരു മൂഡ് കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല അടിയെ തരത്തുള്ള എല്ലാവരും. എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യാനില്ല. പക്ഷെ ഞാൻ അവിടെയും എനിക്ക് ശരിയെന്ന് തോന്നിയത് ആ കുട്ടി പറഞ്ഞതിനകത്ത് ഒരു കാര്യം മാത്രം, ഈ പരിപാടി ചെയ്തത് നോറ ചെയ്തതിനോട് നമ്മൾ ഒരിക്കലും യോജിക്കില്ല. അതിനിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ യോജിക്കില്ല. നിങ്ങൾക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ ആയിരിക്കും. ഒരിക്കലും നമ്മളെ ഒരു കല്യാണ പരിപാടി നമ്മൾ അങ്ങനെ കുളവാക്കാൻ ചെയ്യില്ല. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും, പേടിച്ച് ചേളി വെള്ളത്തിൽ മുക്കും ചിലപ്പോൾ, അതൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ആളും തരവും ഒക്കെ നോക്കി ആ ഒരു ഏരിയ ലൈക്ക് എന്താണ്
ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. എല്ലാവരും ഈ ദിയ മാത്രമാണ് അവൾ ചെയ്തതിനകത്ത് ഇഷ്ടപ്പെടാഞ്ഞത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ദിയ മാത്രമൊന്നുമല്ല, ദിയക്ക് മാത്രമല്ല ആ ചെയ്തത് ഇഷ്ടപ്പെടാഞ്ഞത്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് ആ ചെയ്തതിനോട് വിയോജിപ്പുണ്ട്. നോറ ചെയ്ത പരിപാടിയോട് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അവിടെയുള്ള കണ്ടസ്റ്റിന് വരെ വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ടത്. അവരുടെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ വെച്ച ഒരു വീഡിയോ ഇപ്പൊ ഓൺലൈൻ മീഡിയാസ് ഒക്കെ വീഡിയോ എടുത്തപ്പോൾ അതിനകത്ത് വന്ന് ചാടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ബിഗ് ബോസിലെ ദ വൺ ആൻഡ് ഒൺലി ജാസ്മിൻ ജാഫർ. ഒന്ന് കണ്ടു നോക്കിക്കേ. മതി, ഇത്രയും മതി. കണ്ടല്ലോ, അവിടെ നിന്ന് ആ ഒരു പരിപാടി കണ്ടവർക്ക് പോലും എല്ലാവർക്കും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുന്നില്ല. ജാസ്മിന്റെ ഒക്കെ മുഖത്ത് അപ്പോഴേ വന്നു ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ. ഓ കേക്ക് തേച്ചു, കാരണം ഇഷ്ടപ്പെട്ടില്ല. അത് ജാസ്മിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ജാസ്മിൻ അല്ല അവിടെ നിന്ന് ചിലപ്പം നമുക്ക് ആർക്കാണെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പം സിജോയുടെ വൈഫിന്റെ കാര്യം കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. സിജോയുടെ വൈഫിന്റെ മുഖം കണ്ടാൽ അറിയാം അവക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ നിന്ന് ജാസ്മിനും ഇഷ്ടപ്പെട്ടില്ല. നമുക്കാണെങ്കിലും ചിലപ്പോൾ അവിടെ അത്രയും പേര് നിങ്ങൾ കണ്ടല്ലോ, അത്രയും റഷ് ഉണ്ട് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അത്രയും പുറകിൽ ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് മാത്രമല്ല വേറെയും കുറെ ആളുകളുണ്ട്. അപ്പൊ അവരെല്ലാം ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്നതാണെങ്കിലോ സിജോയ്ക്ക് ഇപ്പൊ അത് വന്ന് ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ സിജോ പറഞ്ഞാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് അവസാനത്തെ പരിപാടി ആയിരുന്നിരിക്കാം. പക്ഷെ എങ്കിലും അവിടെ വേറെയും കുറെ ആളുകൾ നിൽപ്പുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഫോട്ടോ എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പെങ്കൊച്ചി തേച്ചത് കൊണ്ടാണെങ്കിൽ അതൊരു തെണ്ടിത്തരമല്ലേ? അത് ഞാനിവിടെ പറഞ്ഞു വെക്കും. പിന്നെ ജാസ്മിന്റെ ആ ഒരു പെട്ടെന്നുള്ള എക്സ്പ്രഷനും ആ ഒരു ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്കും മനസ്സിലായത് ജാസ്മിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു കാര്യം. നിങ്ങൾക്കും അതല്ലേ മനസ്സിലായിരിക്കുന്നത്? നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കും ഒരു പരിധി കൂടുതൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതൊക്കെ ഓക്കെ. പക്ഷെ അതിനകത്ത് ഈ രാജകുമാരി വന്ന് കയറി എനിക്ക് ഇവരെ ആരെയും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, സായിയുടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, സായിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. സായിയുടെ ഒരു വീഡിയോ, അതായത് സായിയെ മറ്റേ ഉണ്ണിമൂന്നിൽ ഊക്കുന്ന ഒരു സാധനം ഒരുപാട് കിടന്ന് കറങ്ങിയ സാധനമാണ്. അതെവിടുന്നോ പൊക്കി പിടിച്ചോണ്ട് വന്ന് ഇന്നലെ സ്റ്റോറിയൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു നമ്മുടെ ഈ ഒരു രാജകുമാരി. ഞാൻ രാജകുമാരിയുടെ പേര് എവിടെയോ പറഞ്ഞ പോലെ തോന്നുന്നു. ദൈവമേ പണി വരുമോ ഇനി? അപ്പൊ എന്താണെങ്കിലും അറിയാതെ പറഞ്ഞു പോയതാ രാജകുമാരി പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താണെങ്കിലും അതൊക്കെ ഇന്നലെ പൊക്കി പിടിച്ചോണ്ട് ഇട്ട് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി അതൊക്കെ ഒരു വൈരാഗ്യത്തിന്റെ പുറത്ത്. കാരണം ഇന്നലെ സായിയുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് രാജകുമാരിക്ക് പൊട്ടിക്കാണും. അതുകൊണ്ടാണ് ഉണ്ണിമൂന്നൻ മറ്റേ കുത്തിയ സാധനമൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നിട്ട് സ്റ്റോറി ഇട്ടേക്കുന്ന കണ്ടു. അതൊരു വൈരാഗ്യത്തിന്റെ പുറത്ത് ചെയ്താണൊക്കെ തോന്നി. അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. സായിയെ കുത്തുന്നത് അത് വേറെ, അത് എല്ലാവരും കുത്തും, അത് ഓക്കെ. അത് നേരത്തെ നമ്മുടെ കൊച്ചിട്ടായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ തന്നെ ഇത് പൊക്കി പിടിച്ചോണ്ട് വരണമെങ്കിൽ വൈരാഗ്യം, മറ്റേ പൊട്ടി കലിപ്പ് മൂക്കടിച്ച് പൊളിക്കണം ആ ഒരു മോഡ് കിട്ടി. അതുകൊണ്ടാണ് എല്ലാരും എടുത്തിട്ട് ഊക്കിയത് മോളെ. നമ്മളും എടുത്തിട്ട് താങ്ങുന്നത് കേട്ടോ. അല്ലാതെ വേറെ നമുക്ക് പ്രത്യേകിച്ച് പേഴ്സണലി ഇഷ്ടമൊക്കെയോ ഒന്നും ഉണ്ടായിട്ടല്ല. നമ്മള് പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമുണ്ട്, നമ്മൾ പറയുകയും ചെയ്തു. പക്ഷെ അത് വെച്ചിട്ട് മറ്റേ ആരെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴത്തേക്ക് വന്നിരുന്ന് മറ്റേ പൊക്കി എടുത്തോണ്ട് വന്ന് അടിക്കുന്നുണ്ടല്ലോ, അതിനോട് നമ്മൾ അങ്ങോട്ട് യോജിക്കത്തില്ല രാജകുമാരി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മളോട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ലൈക്ക് ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക.